അടുത്തൊരു പ്രോബ്ലം എന്താണ്? ഈ പ്രോബ്ലത്തിന്റെ ഔട്ട്പുട്ട് എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ ഇൻറ്റ് പണ്ടൊരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു, അതിലേക്ക് 2 സ്റ്റോർ ചെയ്തു. അതിനുശേഷം നം ഈക്വൽ ടു പ്രിന്റ് ഓഫ് ഹലോ, അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യണം. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു സെന്റൻസിൽ പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യും, ഹലോ പ്രിന്റ് ചെയ്യും. പ്രിന്റ് എഫ് റിട്ടേൺ ചെയ്യുക അതായത് പ്രിന്റ് എഫ് റിട്ടേൺ ചെയ്യുക ദി പ്രിന്റ് എഫ് ഫംഗ്ഷൻ ഇൻ സി റിട്ടേൺസ് an integer value represent the number of characters printed to the standard output. അതിൽ എത്ര നമ്പറാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്, അതായത് എച്ച് പറഞ്ഞ ഒരെണ്ണം, ഇ പറഞ്ഞ 2, എൽ പറഞ്ഞ 3, അടുത്ത എൽ 4, ഓ പറഞ്ഞ 5, 5 നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രിന്റ് എഫ്. അപ്പൊ എത്ര നമ്പറാണോ സക്സസ്ഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്തത്, ആ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്തത് എത്ര എണ്ണാണോ അതാണ് നമ്പറിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇവിടെ 5 ക്യാരക്ടറാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യും, ഹലോ പ്രിന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇവിടെ വീണ്ടും പ്രിന്റ് എഫ് ഈ നമ്മയ്ക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളുടെ വാല്യൂ 5 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ഹലോ 5 എന്നായിരിക്കും ആൻസർ വരിക കേട്ടോ, ഹലോ 5. ഞാൻ ഇവിടെ ഒരു സ്പേസ് കൊടുത്ത് വയ്ക്കുക. സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താ വരിക, ഹലോ, പിന്നെ ഒരു സ്പേസും കൂടി ഉണ്ട്. സ്പേസും ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക, ഹലോ സ്പേസ് ആദ്യം പ്രിന്റ് ചെയ്യും. അതിനുശേഷം എത്ര നമ്പർ ക്യാരക്ടർ പ്രിന്റ് ചെയ്തു അത് 6 ആയിരിക്കും. ഞാനിപ്പോ 2 സ്പേസ് എക്സ്ട്രാ കൊടുത്തു. അപ്പൊ ആദ്യം ഈ ഹലോ കഴിഞ്ഞതിന് ശേഷം ഒരു 3 സ്പേസ് വരും, അത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം 3 സ്പേസും ഈ ഹലോ കൂടിയിട്ട് 8 ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക, ഹലോ പിന്നെ 3 സ്പേസ്, അത് ആദ്യത്തെ പ്രിന്റ് എഫ്, പിന്നത്തെ പ്രിന്റ് എഫിൽ എത്ര എണ്ണം ക്യാരക്ടർ പ്രിന്റ് ചെയ്തു അത് 8. അങ്ങനെ ആയിരിക്കും അതിന്റെ ആൻസർ വരിക.